നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തിൽ ഇടുക്കിയിൽ തുടർ സമരത്തിന് കളമൊരുങ്ങുന്നു. വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ മാർഗം സ്വീകരിക്കണമെന്ന് ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു. വിജയപുരം രൂപതയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ ജനരക്ഷാ റാലി സംഘടിപ്പിക്കും. ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമമുണ്ടാകണമെന്ന് കിസാൻ സഭ നേതൃത്വം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലാകമാനം തുടർ സമരങ്ങൾ സംഘടിപ്പിക്കും. മറുനാടൻ മലയാളി വാർത്താ ചാനൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ പേരിൽ നൽകിയ വാർത്തയിൽ ജോയ്സ് ജോർജിനെ കുറിച്ചുള്ള പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് ഭാരവാഹികൾ. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച വാർത്തയിൽ തങ്ങൾ പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നും നേതൃത്വം. ഇടുക്കിയിൽ BDJS തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന ജില്ലാ നേതൃത്വം. മാർച്ച് 5-ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാതല പ്രവർത്തക യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകും. തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇടുക്കിയിലെങ്കിൽ കൂടുതൽ സന്തോഷമെന്നും BDJS ജില്ലാ പ്രസിഡന്റ് KD രമേശ്. പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് വ്യാപാരികൾ. സ്ഥാപനത്തിലെ സ്റ്റോക്കുകൾ ഉപയോഗശൂന്യമാകുന്നതായും ആരോപണം. ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞളിയുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഇടയാക്കുമെന്നും ആശങ്ക. വിശദമായ വാർത്തകൾ. വന്യജീവി ആക്രമണത്തിൽ ഇടുക്കിയിൽ തുടർ സമരത്തിന് കളമൊരുങ്ങുന്നു. ജനകീയ കൂട്ടായ്മകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പുറമെ മത, സാമുദായിക, കാർഷിക സംഘടനകളും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ മാർഗം സ്വീകരിക്കണമെന്ന് ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു. വിജയപുരം രൂപതയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ ജനരക്ഷാ റാലി സംഘടിപ്പിക്കും. ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമമുണ്ടാകണമെന്ന് കിസാൻ സഭ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലാകമാനം തുടർ സമരങ്ങളും സംഘടിപ്പിക്കും. വേനൽ രൂക്ഷമായതോടെ വനമേഖലയോട് ചേർന്നുള്ള കാർഷിക, തോട്ടം മേഖലകളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായിരിക്കുകയാണ്. കാട്ടാനകൾ കാട് കയറാൻ കൂട്ടാക്കുന്നില്ല. ഒരാഴ്ചക്കിടെ 3 വാഹനങ്ങൾക്ക് നേരെയാണ് പടയപ്പയുടെ ആക്രമണമുണ്ടായത്. രണ്ടു മാസത്തിനിടെ 4 ജീവനുകൾ ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞു. ജില്ലയിലെ വനമേഖലയിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയെ നിയന്ത്രിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കണം. വന്യമൃഗ ആക്രമണം നേരിടുന്ന എല്ലാ മേഖലകളിൽ ഉള്ളവർക്കും ഒരേ അവകാശമാണെന്നും നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങളിൽ ഇടുക്കിക്കാരെ അവഗണിക്കരുതെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഇവിടെ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്, കാട്ടിൽ വന്യമൃഗങ്ങൾ ധാരാളം പെരുകി, അങ്ങനെ പെരുകിയെങ്കിൽ ജനങ്ങൾക്ക് അത് ഭീഷണിയാവുകയാണ് എങ്കിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തി ഈ പെരുകൽ നിയന്ത്രിച്ചു നിർത്തേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ്. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ആയിക്കൂടാ? അങ്ങനെ അതിനുവേണ്ടി വാദിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ആ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ വന്യജീവികളുടെ ക്രമാതീതമായ വളർച്ച നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകണം. ഇനി ഇങ്ങനെ ഒരു അപകടത്തിലൂടെ ആരും കൊല്ലപ്പെടുവാനോ പരിക്കേൽക്കുവാനോ ഇടയാകാത്ത വിധമുള്ള ശക്തമായ നടപടികൾ സർക്കാർ എടുക്കണം. അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം കിട്ടേണ്ടവരുണ്ട്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഇച്ഛാശക്തിയോടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വിജയപുരം രൂപതയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മൂന്നാറിൽ റാലിയും പൊതുസമ്മേളനവും നടക്കും. രൂപത സഹായ മെത്രാൻ മാർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ നേതൃത്വം വഹിക്കും. മൂന്നാറിലെ ഫൊറോനയും ഒപ്പം തന്നെ മിസ്റ്റിൻ്റെ ഭാഗമായും ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനരക്ഷാ ജാഗരണം എന്നുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കുവാനും അവരുടെ വസ്തുവകകൾ സുരക്ഷിതമായി അവർക്ക് അനുഭവിക്കുവാനും ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലും ജീവിതത്തെ കുറച്ചുകൂടെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാർച്ച് മാസം 2-ാം തീയതി ശനിയാഴ്ച 2:30 നല്ലതണ്ണി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട്
അതിനുശേഷം നടക്കുന്ന പൊതുയോഗത്തിൽ വിജയപുരം രൂപതയുടെ സഹായമെത്രാൻ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പിതാവ് അതിന് അധ്യക്ഷത വഹിക്കുകയും പ്രമുഖരായ എല്ലാവരുടെയും സാന്നിധ്യത്തിലും അവരുടെ പ്രസംഗം മൂലവും ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും അത് ബോധ്യപ്പെടുത്തുവാനും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഏതാണ്ട് 10 പരിപാടികൾ ക്രമീകരിച്ച് അത് ഞങ്ങളുടെ അപേക്ഷയായിട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് എംപിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും കോൺഗ്രസ് ജില്ലയുടെ വിവിധ മേഖലകളിൽ തുടർ സമരങ്ങൾ നടത്തും. എന്നാൽ കുറേയധികം നടപടികൾ സ്വീകരിക്കുമെന്നും സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ഡ്രോൺ സർവേ ഇന്ന് ആരംഭിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. RRT കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സർവൈലൻസുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള പരിശോധന എപ്പോഴും പ്രൊട്ടക്ഷൻ ആ ഒരു നിലയിൽ ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം 6 മാസം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിരാഹാര സമരത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഉറപ്പുകളല്ല ആവശ്യം, മറിച്ച് നടപടികളാണ് ആവശ്യം എന്നുള്ളതാണ് നിരാഹാര സമരത്തിലൂടെ പ്രധാനമായും ഞങ്ങൾ ഉയർത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് അവിടെ തന്നെ നിൽക്കുക. ആ നടപടികൾ ഇനിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം തുടർച്ചയായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വിവിധ കാർഷിക സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അടിയന്തര നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ജനം നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ് ഇടുക്കിയിൽ ഉള്ളതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ നേതൃത്വം മുന്നറിയിപ്പ് നൽകി. കൃഷിക്കാരെയും ജനങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാത്ത ഗുരുതരമായ സാഹചര്യമാണ് ആനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം മൂലം ഇടുക്കി ജില്ലയിലും കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളുടെ ജീവനാണ് ഈ കാട്ടുമൃഗങ്ങൾ അപഹരിക്കുന്നത്, ആനകൾ അപഹരിക്കുന്നത്. ആനകളെ ബന്ധിക്കുന്ന കാര്യത്തിലും ആനകളെ കൃഷിവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കുന്നതിനും ഇറങ്ങുന്നവയെ തളയ്ക്കുന്നതിനും ആവശ്യമായ ശാസ്ത്രീയമായ സമീപനം നമ്മുടെ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ക്ഷേമം നിലനിൽക്കുകയാണ്. ആനയുടെ ശല്യം മാറുന്നതോടൊപ്പം ആനയുടെ കൂട്ടത്തിൽ തന്നെ പുലിയും കടുവയും അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ ജനജീവിതത്തെ വ്യാപകമായി ദ്രോഹം ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തുകളും കാട്ടുപന്നികളും പുലിയുമൊക്കെ കാട് വിട്ടിറങ്ങുന്നത് പതിവാണ്. കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ഇടുക്കിയിലെ വന്യമൃഗ ഭീഷണി. കാട്ടാന ഭീതിയിൽ ഉപ്പുതറ വളകോട് പാലക്കാവ് നിവാസികൾ. രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കാടിറങ്ങി വീടുകളുടെ സമീപത്തെത്തുന്നതിനാൽ പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. നാളുകളായി തുടരുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ വനം വകുപ്പ് നടപടിയെടുക്കാത്തതിനാൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം ഉപ്പുതറ വളകോട് പാലക്കാവിൽ 5 വീടുകൾക്ക് സമീപം വരെ കാട്ടാനകൾ എത്തിയിരുന്നു. നാളുകളായി മേഖലയിലെ ആളുകൾ നേരിടുന്ന പ്രതിസന്ധിയാണിത്. പാലക്കാവ് കൊച്ചാനിമുട്ടിൽ ഉഷ, പുത്തൻപുരയ്ക്കൽ ഓമനാരവി, കാവക്കാട്ട് രവി, പുളിക്കക്കുന്നേൽ റോയി, കപ്പാലുമുട്ടിൽ തങ്കച്ചൻ, പുല്ലുവേലി റിജു പോൾ എന്നിവരുടെ വീടിന് സമീപത്താണ് കാട്ടാനകൾ എത്തിയത്. പ്രായമായവർ ഒറ്റയ്ക്ക് കഴിയുന്ന നിരവധി വീടുകളാണ് ഇവിടെയുള്ളത്. കാട്ടാനകൾ വീടിന് സമീപം വരെ എത്തിയതോടെ ഭീതിയോടെയാണ് രാത്രികാലങ്ങളിൽ തങ്ങൾ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു സുഖമില്ലാത്ത ഞങ്ങൾ 2 പേർക്കും സുഖമില്ല. ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ കിടക്കുന്നു. ആന എപ്പോഴാണ് വരുന്നതെന്നും പേര് ചവിട്ടുന്നതെന്നും ഒന്നും അറിയത്തില്ല. ഈ മുറ്റത്ത് വന്ന് ആന ചക്ക പറിച്ചു കൊടുക്കുന്നു കഴിഞ്ഞ അത് അതെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇട്ടേല വൈക. അങ്ങനെയൊക്കെയുള്ള നാശങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഇതിന് മുമ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ 2-3 വർഷമായിട്ടാണ് ഈ ആനയുടെ ശല്യം. അല്ലെ ആന ശല്യമൊന്നും ഇല്ലായിരുന്നു. വർഷാവർഷം പ്രദേശത്തെ കർഷകർ നട്ടുപരിപാലിക്കുന്ന കൃഷിദേഹണ്ഡങ്ങൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ്. ഇപ്പോൾ ജീവന് തന്നെ ഭീഷണിയായിട്ടാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. ആന ഇറങ്ങുന്നത് സംബന്ധിച്ച് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒപ്പം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചപ്പോൾ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയതെന്നും ആരോപണമുണ്ട്. അധികൃതർ ഇത്തരത്തിൽ മുഖം തിരിക്കുന്ന സമീപനം തുടരുന്നതിനാൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം ഫോറസ്റ്റുകാർ അവർ വന്ന് കാണും പോകും. ഇതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ഇന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവരോട് കേസ് കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ഒരു പൗരനെന്ന നിലയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനല്ലേ നമ്മൾ ഇവരെയൊക്കെ നിയമിച്ചൊരു പൗരസ്ഥാനത്തേക്ക് കയറ്റിയിരിക്കുന്നത്. അവർക്ക് അന്നേരം നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു അവകാശം ഒരു കടമയില്ലേ, ആ കടമ പോലും അവർ നിർവഹിക്കുന്നില്ല. അതായത് അവർ പറയുന്നത് നമുക്കെതിരാണ് കേസ് കൊടുക്കുന്നു പറയുന്നത്. അത് പോട്ടെ, ഓരോ ദിവസവും നമ്മൾ ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ കരയിലെ ജനങ്ങളെല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന മുതലാണ് ഇത് മുഴുവനും. ഉണ്ടാക്കുന്ന മുഴുവൻ ഇവർ ഈ ആനയും കാട്ടാനയും കാട്ടുമൃഗങ്ങളും എല്ലാം വന്ന് നശിപ്പിച്ച് കളയുന്നല്ലാതെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഫലം അനുഭവിക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ മിനിസ്റ്ററെ വിളിച്ചു, കേരള ഫോറസ്റ്റ് മിനിസ്റ്ററെ. അവർ പറഞ്ഞു ഉടനെ തന്നെ ഇടുക്കിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഉടനെ തന്നെ നടപടിക്രമം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചു. ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഞങ്ങൾ ഒന്ന് കാണാം എന്ന് പറയുന്നു. കാണുക മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വർഷമാണെങ്കിലും ഞങ്ങളിതിന് എർത്തിൻ്റെ സംവിധാനത്തിലുള്ള കമ്പി വഴി എന്തോ സെറ്റപ്പ് ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഓരോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് പിന്നെ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല. ഈ രാഷ്ട്രീയക്കാരെല്ലാം നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ല, ഇതിനൊന്നും ഒരു നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല. ദേവി ചെയ്ത് ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റിൻ്റെ സാധ്യത കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ഫോറസ്റ്റുകാർ തീയിടുന്നുണ്ട്. ഞങ്ങളുടെ ഈ സൈഡ് ഒന്ന് തെളിച്ച് തരാൻ പറഞ്ഞിട്ട് ഇവർ പറയുന്ന നടുക്ക് ഭാഗം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നടുക്ക് ഭാഗത്ത് ഇവർ തീയിടും, കാട്ടാനല്ലേ സൈഡിലോട്ട് കയറും. കാട്ടാനല്ലേ സൈഡിലോട്ട് കയറിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നാ, ഇതുങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത സാഹചര്യം വരും. അതുങ്ങൾ ഞങ്ങളുടെ പറമ്പിക്കൂടെ കയറും. പറമ്പിലൂടെ കയറി അത് കാണുന്ന പച്ചപ്പും പുച്ചപ്പും എല്ലാം അടിച്ചു പറിച്ച് തരിപ്പണമാക്കിയിട്ട് അതുങ്ങളങ്ങ് പോകും. അതുങ്ങൾക്ക് കാട്ടാനകളല്ലേ, കാട്ടുമൃഗങ്ങളും അല്ല, അതുങ്ങൾക്ക് വല്ല അറിവുണ്ടോ? അതൊന്നുമില്ല. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇതെല്ലാം നശിപ്പിലും കഴിഞ്ഞ് ചങ്ങ് പോകും. നമ്മളിത് കണ്ട് ചങ്ക് പൊട്ടി നമ്മൾ ഇവരെ വിളിക്കുമ്പോഴല്ല ഇന്ന് വരാം വന്ന് നോക്കാം നടപടി ഉണ്ടാക്കാം എന്ന് പറയുന്നല്ല, ഇന്ന് വരെ നടപടി ഉണ്ടായില്ല. ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നടപടിക്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കരക്കാർക്ക് ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നടപടിക്രമങ്ങൾ നോക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളൂ. ഗവൺമെന്റിനോട് മാത്രമല്ല, ഇതിന്റെ അധികാരപ്പെട്ട സ്ഥാപനങ്ങളിലും ഉയർന്ന ഓരോ പോസ്റ്റിലിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞങ്ങൾക്ക് പറയാനുള്ള ഈ മറുപടി തന്നെയാണ്. ഞങ്ങൾ ഞങ്ങളുടേതായ നടപടിക്രമങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ നോക്കും. ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഇതിനുള്ള നടപടിക്രമങ്ങൾ നോക്കുകയും ചെയ്യും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിന് നടുവിൽ തീയിടുന്നതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വനത്തിനു ചുറ്റും സോളാർ വേലി സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. തുടർന്ന് വനമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കാട്ടാനശല്യം രൂക്ഷമായതോടെ വീടിന് പരിസരത്തും കൃഷിയിടങ്ങളിലുമെല്ലാം വളർത്തുനായ്ക്കളെ വളർത്തിയാണ് സുരക്ഷ കണ്ടെത്തുന്നത്. ഒപ്പം ഫെൻസിംഗ് സംവിധാനം ഇല്ലാത്തതിനാൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിയിടങ്ങളിൽ തുണികൾ കൊണ്ട് വേലി കെട്ടേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. മറുനാടൻ മലയാളി വാർത്താ ചാനൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ പേരിൽ നൽകിയ വാർത്തയിൽ ജോയിസ് ജോർജിനെ കുറിച്ചുള്ള പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച വാർത്തയിൽ തങ്ങൾ പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നും നേതൃത്വം വ്യക്തമാക്കി. ജോയിസ് ജോർജ് വ്യാജരേഖ ചമച്ച് സുപ്രീം കോടതിയിൽ ഹാജരായി എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്രകാരം ഒരു സംഭവം നടന്നിട്ടുമില്ല. വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന വ്യാജരേഖ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വ്യക്തമായി പറഞ്ഞത്. കേസിന്റെ പേരിൽ ജോയിസ് ജോർജ് ലക്ഷക്കണക്കിന് രൂപ നേരിട്ട് പിരിച്ചുവെന്നുള്ള പരാമർശം തങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവിടെ വാർത്താ അവതാരകൻ അത് തെറ്റിദ്ധരിച്ചാണോ എന്താണെന്ന് അറിയില്ല ആ വാർത്തയിൽ പ്രത്യേകമായിട്ടും എടുത്തു പറഞ്ഞത്. ശ്രീ ജോയിസ് ജോർജ് വ്യാജരേഖ ചമച്ച് സുപ്രീം കോടതിയിൽ ഹാജരാക്കി എന്നൊരു പരാമർശം വാർത്താ അവതാരകൻ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരാമർശം ഞാൻ അവിടെ ഇൻ്റർവ്യൂ സമയത്ത് ഞാനത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷനും അപ്രകാരം ഒരു നിലപാടില്ല. വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയാണ് സുപ്രീം കോടതിയിൽ നിയമിച്ച എംപവർ കമ്മിറ്റിയിൽ വ്യാജരേഖ ഹാജരാക്കിയിട്ടുള്ളത്. ജോയിസ് ജോർജ് വ്യാജരേഖ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വാർത്തയിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ പരിപൂർണമായിട്ടും തെറ്റാണ്. അതുകൂടാതെ ശ്രീ ജോയിസ് ജോർജ് കേസിൻ്റെ പേരിൽ കർഷകരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പണം പിരിച്ചെടുത്തു എന്നൊരു പരാമർശവും ആ വാർത്തയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാടോ അങ്ങനെ ഒരു പരാതിയോ എനിക്ക് വ്യക്തിപരമായിട്ടോ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷനോ ഇല്ല. കർഷക സംഘടനകളാണ് കേസിന്റെ ആവശ്യത്തിന് ഫീസ് കൊടുക്കുവാൻ പണം പിരിച്ചതെന്നാണ് തങ്ങൾ പറഞ്ഞത്. സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയ പരാമർശം ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയാണ് കേസ് സംബന്ധമായ പരാമർശം നടത്തിയത്. എന്നാൽ ജോയിസ് ജോർജ് ഇതിനെപ്പറ്റി പറഞ്ഞതായി തങ്ങൾ പറഞ്ഞിട്ടില്ല. അസോസിയേഷന്റെ പേരിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൃഷിക്കാർക്ക് അനുകൂലമായിട്ടൊരു വിധി സമ്പാദിക്കുകയും അതുപോലെ തന്നെ ട്രെയറുകൾ വൈദ്യുതീകരിക്കണമെന്നുള്ള ആ ഓർഡർ റദ്ദാക്കിക്കൊണ്ട് സാധാരണയുള്ള വിറകടുപ്പുകൾ വെക്കുന്നതിന് ഉള്ള ഓർഡർ മേടിക്കുകയും അതുപോലെ തന്നെ
പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണമെന്നുള്ള ആ നിബന്ധന ഒഴിവാക്കി കിട്ടുകയും എല്ലാം ഈ ജോയ്സ് ജോർജിൻ്റെ നിയമപരമായ പോരാട്ടത്തിലൂടെയാണ് സാധിച്ചതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പേരിൽ അദ്ദേഹത്തുണ്ടായിരിക്കുന്ന മനോവിഷമം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ഖേദപ്രകടനങ്ങളും അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാത്യു, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, PC മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കിയിൽ BDJS തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് ജില്ലാ നേതൃത്വം. മാർച്ച് 5-ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ ജില്ലാതല പ്രവർത്തക യോഗം തൊടുപുഴയിൽ നടക്കും. യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തതയുണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇടുക്കിയിലെങ്കിൽ കൂടുതൽ സന്തോഷമെന്നും BDJS ജില്ലാ പ്രസിഡന്റ് KD രമേശ് വ്യക്തമാക്കി. BDJS നല്ല പ്രതീക്ഷയില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലടിയും കലഹവും ഒക്കെയാണ് അവർ തമ്മിൽ ഇതുവരെ ഒരു രണ്ടു കൂട്ടരുടെയും പിന്നെ തട്ടകത്തിൽ അത്ര സേഫ്റ്റി അല്ല. ജനങ്ങൾ ഒരുവിധം കൂടുതലായിട്ട് തന്നെ പുറകോട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് BDJS നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇടുക്കിയിലെ പോലെ തന്നെ കേരളത്തിൻ്റെ ഞങ്ങളുടെ 4 സ്ഥാനാർത്ഥികളാണ്, 4 മണ്ഡലമാണുള്ളത്. 4 മണ്ഡലത്തിലും ഒരുവിധം ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നു. പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ നടന്നു വരുന്നു. മണ്ഡലം കമ്മിറ്റികൾ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന് സജ്ജമാവുകയാണ്. ഇടുക്കിയിലാണെന്ന് പറയാൻ പറ്റില്ല. ഇടുക്കിയിലാണ് സന്തോഷത്തോടെ സ്വീകരിക്കും. കുഴപ്പമില്ല. കിട്ടും ഉറപ്പായിട്ടും. തുഷാർജിയാണ് കൂടുതലായിട്ട് കിട്ടും. പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് വ്യാപാരികൾ. സ്ഥാപനത്തിലെ സ്റ്റോക്കുകൾ ഉപയോഗശൂന്യമാകുന്നതായും ആരോപണമുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞളിയുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഇടയാക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. പന്നിയാർപ്പുഴ കയ്യേറിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതോടെ അതിർത്തി പട്ടണമായ പൂപ്പാറ ഇപ്പോൾ വിജനമാണ്. പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണമെന്ന കോടതി നിർദ്ദേശമുണ്ടെങ്കിലും അത് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് വ്യക്തമല്ല. അതുവരെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ചെറുകിട കച്ചവടം നടത്തിവന്നിരുന്ന ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉപയോഗശൂന്യമായി. ഇവ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണുള്ളത്. പകർച്ചവ്യാധി പടർന്നു പിടിക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഭാഗത്തു നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം, കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇത് യഥാർത്ഥം പറഞ്ഞത് ഇത് എടുത്ത് മാറ്റി കളയാൻ ഇനി പകർച്ചവ്യാധികൾ പോലെ വളരെയേറെ ദുരന്തങ്ങൾ ഇനിയും ഭാവിയിൽ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഇത് മാറ്റിക്കളയാനും ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ. ഇതിപ്പോൾ എന്തോരം എന്നെല്ലാമൊക്കെ മാറ്റിയപ്പോൾ ഇപ്പോൾ ബേക്കറി സാധനങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ നശിച്ചു കഴിഞ്ഞു. ഇതെല്ലാം എടുത്ത് കളയാൻ പോലും കൂടെ ഒരു പറ്റാത്തൊരവസ്ഥ വന്നേക്കുന്നുണ്ട്. അപ്പം ഇത് ആകണം. ഇത് തുറന്നു പ്രവർത്തിച്ചെങ്കിൽ ഇവിടെയുള്ളവർ ഈ അന്നു വേണ്ടുന്ന കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ട്, പ്രായമായവരുണ്ട്. ഇതിനോടനുബന്ധിച്ച് മാത്രം ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. കഴിഞ്ഞ ദിവസം സാധനങ്ങൾ മാറ്റുവാൻ ഒരു വ്യാപാരി ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. അടിയന്തരമായി ഭക്ഷണ സാധനങ്ങൾ മാറ്റുവാനെങ്കിലും കടകൾ തുറന്നു നൽകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. കുരുമുളക് മോഷണ കേസിൽ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ മോഷണം മുതൽ വിറ്റ മലഞ്ചരക്ക് കടയിൽ എത്തിച്ച് തെളിവെടുത്തു. KCB ജംഗ്ഷനിലുള്ള പുത്തൻപുരയ്ക്കൽ സ്പൈസസിലാണ് പ്രതികളെ എത്തിച്ചത്. കട്ടപ്പന കല്ലുകുന്ന പീടികപ്പുരയിടത്തിൽ അഖിൽ, തൊവരയാർ കല്യാണത്തണ്ട് പയ്യമ്പള്ളിൽ രഞ്ജിത്ത്, വാഴവര കൗന്തി കുഴിയത്ത് ഹരികുമാർ എന്നിവരാണ് മോഷണ സംഘത്തിലുണ്ടായിരുന്നത്. മോഷണം നടത്തിയ പ്രതികൾ ഈ കേസ് കൂടാതെ കൊലപാതകം, അടിപിടി, ഗഞ്ചാവ് കച്ചവടം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവർ കുങ്ങിണിപ്പടവിൽ നിന്നും 100 കിലോയോളം കുരുമുളക് മോഷ്ടിച്ചിരുന്നു. തുടർച്ചയായി ഉണ്ടായ മോഷണങ്ങളെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെയും കട്ടപ്പന ഡിവൈഎസ്പിയുടെയും നിർദ്ദേശാനുസരണം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ശാന്തൻപാറ പൂപ്പാറയിൽ വൻ തീപിടുത്തം. എസ്റ്റേറ്റ് പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. വില്ലേജ് ഓഫീസിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന ഹോസിനാണ് തീപിടിച്ചത്. ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ടിരുന്ന ഹോസുകളാണിവ. തീ പടരാനുള്ള കാരണം വ്യക്തമല്ല. സമീപത്തേക്ക് തീ പടരാതിരിക്കാൻ പ്രദേശവാസികൾ മുൻകരുതലെടുത്തിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം.
പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ തിരികൾ തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുജിത് ശശി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ SFIയുടെ കോടതികളായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത SFI പ്രവർത്തകരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുജിത് ശശി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ SFIയുടെ കോടതികളായി മാറുന്നെന്നും പിണറായി ഭരണത്തിന് കീഴിൽ കേരളത്തിലെ വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ SFIയുടെ കൊലക്കളങ്ങളായി മാറിയെന്നും സുജിത് ശശി ആരോപിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെ കേരളത്തിന്റെ തെരുവീതികളിൽ നിരന്തരമായി കരിങ്കൊടി കാണിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ വഞ്ചിക്കുന്ന, വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന SFI സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ മക്കളെ പഠിക്കാൻ അനുവദിക്കാതെ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിലനിൽക്കുന്നത്. ഇതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ അക്രമത്തിന്റെ പാതയിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് കേരളത്തിലെ ഒരു വളർന്നു വരുന്ന യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തന്നെ ക്യാമ്പസിൽ നിന്ന് തന്നെ നിരോധിക്കണം. മണ്ഡലം പ്രസിഡന്റ് ജിജു ഉറുമ്പിൽ അധ്യക്ഷനായിരുന്നു. രഞ്ജിത്ത് കാലാച്ചിറ, സുധീഷ് ശ്യാം, മണ്ഡലം പ്രസിഡന്റ് PN പ്രസാദ്, നേതാക്കളായ രതീഷ് വരകുമല, KN പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് നീതിയാത്ര അനുധാവന ധർണ സമാപിച്ചു. വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ ഉടൻ നടപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ധർണ നടത്തിയത്. ഇതേ വിഷയത്തിൽ KCCയുടെ നേതൃത്വത്തിൽ തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ നീതിയാത്ര നടത്തിയിരുന്നു. കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഫാദർ വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. നശീകരണം നടത്താൻ നമുക്ക് പറ്റുമോ? അതല്ല നമ്മുടെ ദൗത്യം. നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ എല്ലായിടത്തും എപ്പോഴും പറയും, എന്ത് പ്രശ്നങ്ങളിലും പ്രാർത്ഥനയാണ് നമുക്ക് അഭികാമ്യം. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ എന്ത് കാര്യത്തിലും പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാകുന്ന പ്രാർത്ഥനയിൽ കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരായിരിക്കുന്ന സഭകളിൽ ഓരോരോ വിശ്വാസത്തിൽ ദിവസവും പ്രാർത്ഥിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഓരോ ആരാധനാ ദിവസങ്ങളിലും ആരാധനകൾ, ഞായറാഴ്ചയാണ് ആരാധന ദിവസങ്ങളുണ്ട്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ നിന്നും സർക്കാർ പിന്മാറുക, ദളിത് ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, ജനസംഖ്യാ അനുപാതിക സംവരണം നടപ്പിലാക്കുക, പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ ഉന്നയിച്ചു. KCC ചെയർമാൻ ഫാദർ അലക്സ് P. ഉമ്മൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് P. തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ബിനു കുരുവിള, YMCA പ്രസിഡന്റ് സിറിൽ മാത്യു, KI ലൂക്കോസ്, ഫാദർ ബിനോയ് P. ജേക്കബ്, ഫാദർ മനോജ് ചാക്കോ, സതീഷ് വിൽസൺ, വിൻസെന്റ് തോമസ്, ഫാദർ അനിൽ C. മാത്യു എന്നിവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടങ്ങൾ സ്ഥാപിച്ചു നൽകാനുള്ള കൗൺസിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമുയരുന്നു. പാതയോരങ്ങളിൽ ബങ്കുകൾ നിർമ്മിച്ചു നൽകാനുള്ള നീക്കം അഴിമതി ലക്ഷ്യമിട്ടാണെന്നും ആരോപണമുണ്ട്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ തെരുവ് കച്ചവടക്കാർക്ക് പ്രത്യേക ഇടങ്ങളും ലൈസൻസും നൽകാൻ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. കട്ടപ്പന പുളിയന്മല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് സമീപം 3 പേർക്കും, പള്ളിക്കവല അമ്പലക്കവല റോഡിൽ സാരിമഠം ജംഗ്ഷനിൽ 4 പേർക്കും, വെള്ളയാങ്കുടി റോഡിൽ മാസ് ഹോട്ടലിന് എതിർവശത്ത് 3 പേർക്കും, കുട്ടിക്കാനം റോഡിൽ സിവിൽ സ്റ്റേഷന് എതിർവശത്തും, ചെരുപ്പ് കുത്തുന്നവർക്ക് പോലീസ് സ്റ്റേഷന് എതിർവശത്തും സൗകര്യമൊരുക്കുവാനാണ് നീക്കം. ഒപ്പം തെരുവ് കച്ചവടക്കാർക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാനും കൗൺസിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ നീക്കം പുനർപരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ വശങ്ങളിൽ പെട്ടിക്കടകൾ അനുവദിച്ചു കൊടുക്കാൻ നഗരസഭയ്ക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. കൂടാതെ ഇത്തരം റോഡിന് സമീപം സ്വകാര്യ വ്യക്തികളുടെ പട്ടയ ഭൂമികളുണ്ട്. ഭാവിയിൽ ഇവിടെ നിർമ്മിതികൾ ആവശ്യമായി വരുമ്പോൾ മുൻവശത്തുള്ള ബങ്കുകൾ തടസ്സം സൃഷ്ടിക്കും. കൂടാതെ കട്ടപ്പനയിലെ വ്യാപാര സമൂഹത്തിന്റെ കച്ചവടത്തെയും നഗരസഭാ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. പെട്ടിക്കടകൾ സ്ഥാപിക്കാനുള്ള കൗൺസിൽ തീരുമാനം അഴിമതി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പൊതുപ്രവർത്തകനും നഗരസഭാ മുൻ കൗൺസിലറുമായ ഗിരീഷ് മാലിയിൽ ആരോപിക്കുന്നു. പാതയോരങ്ങളിൽ മുഴുവൻ ബങ്കുകൾ വെച്ച് ആളുകൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക.
ആ രണ്ട് നിലയിലാണ് ബാധിക്കുന്നത്. ഒന്ന് ഇവിടെ വ്യാപാരികൾ, കട്ടപ്പനയിലുള്ള വ്യാപാരികൾ ലക്ഷക്കണക്കിന് രൂപ സെക്യൂരിറ്റി കൊടുത്ത് വലിയ തോതിൽ വാടക നൽകിയാണ് കടകൾ പ്രവർത്തിച്ചു വരുന്നത്. അവർക്കൊരു വലിയ ഭീഷണിയാകുന്ന രീതിയിൽ കട്ടപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ബങ്കുകൾ കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബങ്കുകൾ വെക്കുന്നതെല്ലാം PWD റോഡിന് സൈഡിലാണ്. PWD റോഡിന് സൈഡിൽ ബങ്കുകൾ വയ്ക്കുവാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു അധികാരവുമില്ല. കാരണം ഇതൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതേക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ആളുകൾ ആണ് ഭരണസമിതിയിൽ ഇരിക്കുന്നെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയില്ല. അത് ഇന്നലെ പെയ്ത മഴയത്ത് കിളുത്ത ചില തകരകളാണ് നമ്മുടെ നഗരസഭയിൽ ഇരിക്കുന്നതെന്ന് ഈ പദ്ധതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പാതയോരങ്ങൾ കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കുമെന്ന് കൗൺസിൽ തീരുമാനമെടുക്കുമ്പോൾ തന്നെ പാതയോരങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ പട്ടയ ഭൂമിക്ക് മുന്നിൽ പെട്ടിക്കടകൾ സ്ഥാപിച്ചു നൽകാനുള്ള നീക്കത്തിൽ നിന്നും നഗരസഭ പിന്മാറണമെന്നും ഗിരീഷ് മാലിയിൽ ആവശ്യപ്പെട്ടു. വണ്ടൻമേട് ആമയാറിന് സമീപം വാൻ മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. നെടുങ്കണ്ടം വട്ടപ്പാറ സ്വദേശി മാടപ്പാട്ട് മാത്യുവിനാണ് പരിക്കേറ്റത്. ആമയാർ എലിറ്റേരിയ റിസോർട്ടിന് മുൻപിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടമായ ഒമിനി വാൻ റോഡിൽ നിന്ന് തെന്നിമാറി കലിങ്കിനടിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ വാൻ ഓടിച്ചിരുന്ന നെടുങ്കണ്ടം വട്ടപ്പാറ മാടപ്പാട്ട് മാത്യുവിന് സാരമായി പരിക്കേറ്റു. ചേമ്പളത്തു നിന്നും കടശിക്കടവിലേക്ക് ഏലയ്ക്ക പതിക്കുന്നതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരും മറ്റു വാഹനയാത്രികരും ചേർന്നാണ് പുറത്തെടുത്തത്. തുടർന്ന് വണ്ടൻമേട് പോലീസിന്റെ ജീപ്പിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപകട വിവരമറിഞ്ഞ കട്ടപ്പന ഫയർഫോഴ്സും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. വണ്ടൻമേട് ആമയാറിലെ അപകട വളവിൽ കലിങ്ങിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം. അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടായിട്ടും പൊതുമരാമത്ത് അധികൃതർ കലിങ്ക് പുനർനിർമ്മിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന പാതകളിലൊന്നാണ് കുമ്മളി മൂന്നാർ സംസ്ഥാന പാത. എന്നാൽ റോഡിൽ പലയിടത്തും ഡ്രൈവർമാർക്ക് ഭീഷണിയായി കുഴികളുണ്ട്. ഒമിനി വാൻ മറിഞ്ഞതും ഈ കുഴിയിലേക്കാണ്. പൊതുവെ വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കലിങ്ങിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ടും നന്നാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്തതിൽ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമാണുള്ളത്. വർഷങ്ങളായിട്ട് ഈ ശാരിമലീസിന് മുമ്പ് തന്നെ കിടക്കുന്നു. ഇതിന് മുമ്പ് തന്നെ ശാരിമലക്കാരുടെ വണ്ടി വന്നിട്ട് തട്ടുമുട്ട് ചെയ്തിട്ടുള്ളത്. വഴിക്ക് വീതിയില്ല. അവിടെ അതുപോലെ ഇത് വീട് നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളതായിരുന്നു, ചെയ്തിട്ടില്ല. പിന്നെ മന്ത്രി വന്ന സമയത്ത് ഈ ഒരു കയറ് വെച്ചു, കെട്ടി വെച്ചു. ഇവിടെ കുറെ കാടും വെട്ടി. വർഷങ്ങളായിട്ട് കിടക്കുന്നു. മുൻപും ഇവിടെ സമാന അപകടം നടന്നിട്ടുണ്ട്. ഇനി മറ്റൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ കലുങ്ങിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് ആവശ്യം. വണ്ടൻമേട് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ പൊതുയോഗം നടന്നു. വണ്ടൻമേട് മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഏലം കർഷക സംഘടനകളെയും അതോടൊപ്പം മികച്ച കർഷകരെയും യോജിപ്പിച്ചാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നടക്കുന്ന CHR കേസിൽ സർക്കാരിനെ പിന്താങ്ങുന്നതിനായി കർഷക സംഘടനയായ കമ്പം ഗ്രൂവേഴ്സിനൊപ്പം കക്ഷി ചേർന്ന് ശക്തമായി മുന്നോട്ട് പോവുകയാണ് വണ്ടൻമേട് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ. ഏലം മേഖലയിലുള്ള വിഭിന്നങ്ങളായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കർഷക കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ടായി. അതാണ് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ. വണ്ടൻമേട് ആസ്ഥാനമായിട്ടുള്ള ഒരു ഫെഡറേഷനാണ്. ഇടുക്കി ജില്ലയിലെ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏല കർഷക സംഘടനകൾ ഒന്നിച്ചേരുകയും അതിനോടൊപ്പം തന്നെ മികച്ച ഏല കർഷകരും കൂടി ചേർന്നാണ് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുകയുണ്ടായി. നിരവധിയായ പ്രശ്നങ്ങൾ ഏല കർഷകരെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വളരെ സമഗ്രമായ ഇടപെടൽ നടത്തി അതിന് ക്രിയാത്മകമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കർഷക കൂട്ടായ്മ ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഏല കർഷകർ ഫേസ് ചെയ്യുന്ന പല വിഷയങ്ങളും, പ്രത്യേകിച്ച് CHR കേസുമായിട്ടുള്ള വിഷയങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, വന്യമൃഗ ശല്യം, അങ്ങനത്തെ പല മേഖലകളിലും, അതുപോലെ തന്നെ ഏല കർഷകരുടെ പല പ്രതിസന്ധി പല വിഷയങ്ങളിലും ഉള്ള ശക്തമായ ഇടപെടലുകൾ സംഘടന എന്ന രീതിയിൽ ഈ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലെ ഏലം കർഷകരും ഏല വ്യവസായവും അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനും ഏലം കർഷക സംഘടനകളും ഏലം കർഷകരും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടൻമേട് ആസ്ഥാനമായി കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ, ജനറൽ സെക്രട്ടറി PR സന്തോഷ്, ട്രഷറർ S ജീവാനന്ദൻ, വൈസ് ചെയർമാൻമാരായ N പൃഥ്വിരാജ്, VJ ജോസഫ്, ജിൻസ് ജോർജ്, ഡിബിൻ പന്നപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. എഴുകുമ്പയിൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പീഡാനുഭവ യാത്രയിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി വിശ്വാസികൾ. മല കയറുവാനെത്തിയ തീർത്ഥാടകരുടെ തിരക്ക് രാത്രി വൈകിയും തുടർന്നു.
രാവിലെ 9:45 മലയടിവാരത്തുള്ള ടൗൺ കപ്പളിയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് വൈകുന്നേരം 5 മണിക്ക് തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലി ഒരുക്കിയിരുന്നു. ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ കൂടുതൽ വിശ്വാസികൾ കുരിശുമല ചവിട്ടി. കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസേറിയ രൂപവും തിരുക്കല്ലറയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ തന്റെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് അഴിമുഖം, ഫാദർ വർഗീസ് പാറക്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 40-ാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാതല കുരിശുമല തീർത്ഥാടനം എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ടൗൺ കപ്പളിയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പീഠാനുഭവ യാത്രയ്ക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകും. കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ സേവ്യർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ 68ാമത് വാർഷികാഘോഷമാണ് സ്പെക്ട്ര 2024 എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചത്. സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷം കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ സേവ്യർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിലൂടെ കട്ടപ്പനയ്ക്കും ഈ സ്റ്റേറ്റിനും അല്ലെങ്കിൽ അതിനപ്പുറം നാഷണൽ ലെവലിലും അന്തർദേശീയ തലത്തിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുവാൻ നമ്മുടെ സ്കൂളിന് തുടക്കമിടുവാൻ സാധിച്ചിട്ടുണ്ട്. കാര്യപ്പള്ളി ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്ലാറ്റിനം സ്കൂളുകളുടെ ശ്രേണിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളായി തീരുവാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. കട്ടപ്പന സബ് ജില്ലയുടെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂള് എന്ന നിലയിൽ സബ് ജില്ലയുടെ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും മികച്ച പിന്തുണ നൽകുവാനും സബ് ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു സ്കൂളായി തീരുവാനും കട്ടപ്പന സെന്റ് ജോർജ് LP സ്കൂളിന് സ്കൂളിലെ പ്രഥമാധ്യാപകരുടെ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് JP ജോസഫ് സ്കൂൾ പത്രപ്രകാശനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സോണിയ JB മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ്, പ്രിൻസിപ്പൽ KC മാണി, MPTA പ്രസിഡന്റ് ബിന്ദു അഭിലാഷ്, NVS K റോബിൻ, അബിന റോസ്, നൈനാൻ, സോണിമോൾ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഏലപ്പാറ പുള്ളിക്കാനം സെന്റ് തോമസ് LP സ്കൂളിന്റെ 67ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂളിലെ തമിഴ് മീഡിയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തോട്ടം മേഖലയായ പീരുമേട്ടിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ ഏലപ്പാറ പുള്ളിക്കാനം സെന്റ് തോമസ് LP സ്കൂളിന്റെ 67ാമത് വാർഷികാഘോഷവും 31 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക റെജീനയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത്. സ്കൂളിൽ 2004-2006 കാലഘട്ടത്തിൽ തമിഴ് മീഡിയത്തിൽ പഠിച്ച 10ഓളം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപികയോടുള്ള ആദരസൂചകമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്ക് യാത്രയപ്പ് നൽകിയത്. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനം പീരുമേട് AEO M രമേശ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കൂടുതൽ പൊതുസമൂഹത്തിൽ ലഭിക്കുന്നതിന് കൂടുതൽ സേവനം ടീച്ചർ ചെയ്യുന്നതിന് ടീച്ചറിന്റെ മനസ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ആഹ്ലാദവും ടീച്ചറിന് ലഭിക്കട്ടെ എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ ഈ വകുപ്പിന് ടീച്ചർ ചെയ്തു നൽകിയ സേവനത്തിന് പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും നേരിടുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു വിദ്യാലയം പ്രവർത്തിക്കണമെങ്കിൽ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ മികവുള്ളവരായി, കൂടുതൽ അറിവുള്ളവരായി, കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കണമെങ്കിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും പൊതുസമൂഹവും നെഞ്ചോട് വിദ്യാലയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടതുണ്ട്. യോഗത്തിൽ വെച്ച് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്ക് ഉപഹാരം കൈമാറി.
സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു. യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ എമിലി എസ്വേബിയസ്, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മെർലിൻ എസ്വേബിയസ്, PTA പ്രസിഡന്റ് ബൈജു വർഗീസ്, വൈസ് പ്രസിഡന്റ് ഷാജി വലിയമറ്റം, MPTA പ്രസിഡന്റ് രാജ്വശ്രീ സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഉപ്പുതറയിൽ A1 സ്റ്റിക്കർ വർക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റിക്കർ വർക്കുകൾ, കാർ ആക്സസറീസ്, ഇലക്ട്രിക്കൽ വർക്ക്, സീറ്റ് കവർ തുടങ്ങിയവ മിതമായ നിരക്കിലും ഉത്തരവാദിത്വത്തോടെയും ചെയ്തു നൽകുന്ന ഉപ്പുതറയിലെ ആദ്യ സ്ഥാപനമാണിത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. ഉപ്പുതറയിൽ ആദ്യമായിട്ടാണ് വാഹന പ്രേമികളുടെ താൽപര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റിക്കർ വർക്കുകളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമായി ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അരുൺ പ്രദീപിന്റെ ഉടമസ്ഥതയിൽ ഉപ്പുതറ മെത്രാൻപറമ്പിൽ ബിൽഡിംഗിലാണ് A1 സ്റ്റിക്കർ വർക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യത്യസ്തമായ ഒരു സംവിധാനം, കാരണം നമ്മുടെ ഉപ്പുതറയിൽ ഇല്ലാത്തതും എന്ന് കഴിഞ്ഞാൽ ഉപ്പുതറയിലെ ആളുകൾ ഏറ്റവും അധികം ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ. നമ്മുടെ വണ്ടികളുടെയും മറ്റുമൊക്കെ ഒരുപാട് സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളും നമുക്കിവിടെ ഉപ്പുതറയിൽ നമുക്ക് ലഭ്യമായിരുന്നില്ല. എന്നാൽ ആ ഒരു സംവിധാനം കൂടെ നമ്മുടെ ഉപ്പുതറയിൽ പിന്നെ ഇന്നത്തോടുകൂടി ലഭ്യമാവുകയാണ്. അപ്പോൾ ഇതിൽ നേതൃത്വം വഹിക്കുന്ന അണ്ണനും കുടുംബത്തിനും അതുപോലെ തന്നെ കൂട്ടുകാർക്കും എല്ലാം എല്ലാവിധമായ ആശംസകൾ അറിയിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങളുടെയും മിതമായ നിരക്കിലും ഉത്തരവാദിത്വത്തോടുകൂടി സ്റ്റിക്കർ വർക്കുകൾ, കാർ ആക്സസറീസ്, ഇലക്ട്രിക്കൽ വർക്കുകൾ, സീറ്റ് കവറുകൾ, നമ്പർ പ്ലേറ്റ് പഞ്ചിംഗ് തുടങ്ങിയവയാണ് സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ. പരിചയസമ്പന്നരായവർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് വർക്കുകൾ പൂർത്തീകരിച്ചു നൽകും. സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഉപ്പുതറ യൂണിറ്റ് സെക്രട്ടറി ഷാജി PM, ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ, ഷീന പ്രദീപ്, മറ്റു വ്യാപാരികൾ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഒരു കാലത്ത് പരസ്യകലാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നവരാണ് ചുവരെഴുത്ത് കലാകാരന്മാർ. ഫ്ലെക്സും ബാനറുകളും അടക്കം മറ്റു ഉപാധികൾ വന്നതോടെ പല കലാകാരന്മാരും കളമൊഴിഞ്ഞു. ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും ഈ രംഗത്ത് തുടരുന്നത്. ചുവരെഴുത്ത് കലാകാരന്മാരുടെ ഉത്സവ സീസണാണ് തെരഞ്ഞെടുപ്പ് കാലം. വെള്ളപൂശിയ ചുവരുകളിലെ വടിവൊത്ത അക്ഷരങ്ങൾ, എഴുത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം. ഒരു കാലത്ത് വലിയ അംഗീകാരം നേടിയവരായിരുന്നു ചുവരെഴുത്ത് കലാകാരന്മാർ. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒക്കെ കളം നിറഞ്ഞപ്പോൾ ചുവരെഴുത്ത് പ്രതാപകാലത്തിന്റെ ഓർമ്മകളിൽ ഒതുങ്ങി. പലരും തൊഴിലുപേക്ഷിച്ച് ഉപജീവന മാർഗം തേടി മറ്റു മേഖലകളിലേക്ക് ചേക്കേറി. 1987 ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് വന്നത്. ഈ സർഗവാസനകൾ അന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് മതിലെഴുതി ബാനർ എഴുതുന്നൊക്കെ പറഞ്ഞ ഒരു പൊതുസമൂഹം തന്നെ വലിയ ഒരു പ്രോത്സാഹനമൊക്കെ തന്നിരുന്നു. അന്നത്തെ കാലത്ത് പെട്രോൾ ആക്സിഡന്റ് വിളിച്ചിട്ട് രാത്രി അതുപോലെ തന്നെ പന്തം കത്തിച്ചും വാഹനങ്ങളിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് തന്നൊക്കെ അതിരാവിലെ വരെ, രാത്രി മുതൽ അതിരാവിലെ വരെ എഴുതുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഈ
കലയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു. ഒരു പൊതുസമൂഹം ഇത് നെഞ്ചേറ്റവും പ്രോത്സാഹിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഫ്ലെക്സ് പോലുള്ള മാർഗങ്ങൾക്ക് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ഞങ്ങളുടെ കലാകാരന്മാർക്കെല്ലാം തൊഴിലില്ലാത്ത അവസ്ഥയായി. പലരും ഈ രംഗത്തു നിന്ന് തന്നെ വിട്ടുപോയി. ജീവിതമാർഗം വഴിമുട്ടുന്ന സ്ഥിതിയിൽ പലരും ഹോട്ടലിൽ പാത്രം കഴിയും, മീൻ കച്ചവടം നടത്തി നാരങ്ങാവെള്ളം വിറ്റുമൊക്കെ ഉപജീവനം നടത്തുന്ന ഒരു രീതിയുണ്ട്. ചില ആളുകൾ പെയിന്റിങ് രംഗത്തേക്ക്, ഹൗസ് പെയിന്റിങ്ങിന്റെ രംഗത്തേക്കൊക്കെ മാറി. വീണ്ടും ഇതുപോലുള്ള ഇലക്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് കുറച്ച് അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് തൊഴിലുള്ളത്. നമ്മുടെ ദേശീയോത്സവം എനിക്ക് തോന്നുന്നത് പലരും പറയുന്ന ഓണത്തേക്കാൾ ഉപരി നമ്മുടെ ഇലക്ഷനാണെന്നാണ്. ഇലക്ഷൻ്റെ സമയത്താണ് പ്രകൃതി സൗഹൃദ മതിലെഴുത്തുകൾ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വീണ്ടും അത് ഒരു വേദിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു. ഇപ്പോൾ എന്നാൽ പഴയ കാലത്തെ പോലെ വലിയ പ്രോത്സാഹനമില്ല. 10 ഫ്ലെക്സ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഇതുപോലൊരു എഴുത്ത്, ഒരു ബാനർ, ഒരു മതിലെഴുത്തുണ്ടെങ്കിൽ ഏറ്റവും സത്യമായത് അതായിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് പ്രകൃതി സൗഹൃദമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തുക എന്നുള്ളത് ഏറ്റവും നല്ല സന്ദേശമാണ്. അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം നൽകേണ്ടതും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന പൊതുസമൂഹത്തിന്റെ ബാധ്യതയും കൂടെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏക പ്രതീക്ഷയിലാണ് നിലവിൽ ഈ തൊഴിലാളി രംഗത്തുള്ളവർ. ഹരിതചട്ടങ്ങൾ പാലിച്ചുള്ള ഈ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് കാലം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 141, വിൽപ്പനയ്ക്ക് വന്നത് 48,084, വിൽപ്പന നടന്നത് 47,029. കൂടിയ വില 2,100, ശരാശരി വില 1,516. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1,450, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 975, കൊക്കോ 140, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 5,790 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണത്തിൽ ഇടുക്കിയിൽ തുടർ സമരത്തിന് കളമൊരുങ്ങുന്നു. വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ മാർഗം സ്വീകരിക്കണമെന്ന് ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു. വിജയപുരം രൂപതയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ ജനരക്ഷാ റാലി സംഘടിപ്പിക്കും. ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമമുണ്ടാകണമെന്ന് കിസാൻ സഭ നേതൃത്വം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ആകമാനം തുടർ സമരങ്ങൾ സംഘടിപ്പിക്കും. മറുനാടൻ മലയാളി വാർത്താ ചാനൽ വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന്റെ പേരിൽ നൽകിയ വാർത്തയിൽ ജോയിസ് ജോർജിനെ കുറിച്ചുള്ള പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് ഭാരവാഹികൾ. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച വാർത്തയിൽ തങ്ങൾ പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നും നേതൃത്വം. ഇടുക്കിയിൽ BDJS തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന ജില്ലാ നേതൃത്വം. മാർച്ച് 5-ന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാതല പ്രവർത്തക യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകും. തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇടുക്കിയിലെങ്കിൽ കൂടുതൽ സന്തോഷമെന്നും BDJS ജില്ലാ പ്രസിഡന്റ് KD രമേശ്. പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് വ്യാപാരികൾ. സ്ഥാപനത്തിലെ സ്റ്റോക്കുകൾ ഉപയോഗശൂന്യമാകുന്നതായും ആരോപണം. ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞളിയുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഇടയാക്കുമെന്നും ആശങ്ക.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.